ഒരു മുട്ടായി കൊടുക്കാൻ വേണ്ടി ഇവിടെ നോക്കിക്കൊണ്ട് നടന്നാ ഇനി ഞാൻ നിന്നാ മതിയായിരുന്നു. ചേടാ എടീ, നീ ഇപ്പഴേക്കും വന്നല്ല. നിനക്കൊരു കാര്യം തരാം. എത്ര നേരമായിട്ട് ഞാൻ പറയാൻ ഇറങ്ങണം അറിയാമോ? ഓ, അതാണ് അവിടെ കിടന്ന് ഇങ്ങനെ പനികൊണ്ടിരുന്നത്. വിക്കലടിച്ചിരിക്കും കേട്ടോ. ചേട്ടാ ഞാൻ അറിഞ്ഞില്ല. ഇങ്ങത്താ പെട്ടെന്ന് കുട്ടി വിശേഷിപ്പോ നീ എന്തെന്ന് പറയണ? ഞാൻ അതല്ല പറഞ്ഞത്. എവിടെ തോന്നുന്നു നീ കൊള്ളാം കേട്ടോ. അലാവുദ്ദീൻ അത്ഭുതത്തിലെ മറ്റേ ഭൂതത്തിനെ പോലെ കുട്ടി പിശാചെന്ന് മനസ്സിൽ വിചാരിച്ചോളൂ. അപ്പോഴേക്കും അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് സാറ്റ് അടിക്കണ്ടേ? സാറ്റ് അടിക്കണ്ടേന്ന്. നീ നെഞ്ചത്തടിയില്ലേ സാറ്റ്? എണ്ണിയ സ്ഥലത്ത് അടിച്ചാലേ സാറ്റ് വർക്കാവുള്ളൂ. അയ്യോ ദേവി മൂകാംബികെ, നെഞ്ചടിച്ച് പൊളിച്ചിട്ട് രണ്ടും കൂടെ ഓടിക്കളഞ്ഞല്ലേ. എടി ചിന്നു, ചിന്നു വിടല്ലെന്നാ. എവിടെയാണ് അവള്? കേക്കുന്നു. ഞങ്ങൾ ഇവിടെ ഒളിച്ചു വിളിക്കുന്നു. നീ പോയാണ്. ഞാൻ നിക്കണോ? ചേട്ടൻ കളിക്കണ? നീ എന്നടി ഇവിടെ കുറെ നേരം കൊണ്ട് നീ കളിക്കണ? നീ ഞാൻ സാറ്റ് കളിക്കണമെന്നല്ലേ പറഞ്ഞ്. എന്തിനാ നിങ്ങള് ചൂടാവണേ? നീ എന്തിന് വേഷം കണ്ടെടുക്കണ? നീ അപ്പച്ചി എന്തൊന്ന് വേഷം കെട്ടിന്നാണ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. ചേട്ടനെ കളിപ്പിക്കാത്തോണ്ടായിരിക്കും. ചേട്ടൻ എന്നല്ലേ കുറെ നേരം കൊണ്ട് കളിപ്പിക്കണ നീ അവിടെ ഇട്ട്. അടുത്ത ക്യാച്ചർ ചേട്ടൻ. അടുത്ത ക്യാച്ചർ നിന്റെ. അതങ്ങനെ ശരിയാവും. അവളല്ലേ കണ്ടത്? ശരി. അപ്പൊ അടുത്ത ക്യാച്ചർ നീ. എന്തോന്ന് അപ്പൊ പൊളിക്ക് ഓടി കിടന്നു. എന്തോ ചേട്ടാ ചേട്ടനെ. അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവളാര്? എന്റെ സഹോദരിയുടെ മോള്. അയ്യോ എടി, ഇവളാരടി? അപ്പച്ചി, നിന്റെ കുഞ്ഞമ്മ. കുഞ്ഞമ്മ? ഞങ്ങളുടെ അപ്പച്ചി എങ്ങനെ കുഞ്ഞമ്മയാവും? എടി എടി എടി, ഇവള് എന്റെ ആരടി? എന്റെ ആര്? സംശയം എന്ത്? ഭാര്യ തന്നെ. ആ കാര്യം ഉറപ്പാണല്ലോ. അങ്കിളിന് ഉറപ്പാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്. നിന്റെ മിണ്ടല്ലേ നീ, മിണ്ടിപ്പോലെ നീ. ഞാൻ പറയണ, ഞാൻ ഒറ്റയെണ്ണം മിണ്ടിപ്പോലെ. ഞാൻ സംസാരിക്കും. ചേട്ടന്റെ പ്രശ്നം നിർത്തടി. അച്ഛാ ഇവളെന്റെ ഭാര്യ തന്നെയല്ല. ഇവൾക്ക് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ രാവിലെ തൊട്ട് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം. അറിയാമോ നമുക്ക്? രാവിലെ തൊട്ട് കറങ്ങി നടന്ന എന്തിനാണെന്നൊക്കെ നമുക്കറിയാം. അതൊന്നും അല്ലെന്ന്. പിന്നെ പിന്നെ മാറുണ്ടേ. ഇത് കണ്ട? എന്താ ഞാൻ രാവിലെ 2 മുട്ടായി കൊണ്ടുവന്നു. അതൊരെണ്ണം രഹസ്യമായിട്ട് നിനക്ക് കൊണ്ട് തരാൻ വന്നതാണ്. ഇത്രയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. രഹസ്യമായിട്ട് ചേട്ടൻ മുട്ടായൊക്കെ തരണം എന്തിനാ ചേട്ടാ? ഓഹോ, അപ്പൊ നീലടി പറഞ്ഞു ഇനി തരുമ്പോ രഹസ്യമായിട്ടാണ് എല്ലാവരും ഉപയോഗിച്ച് തരല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ പറഞ്ഞ അങ്ങനെ അവള് പറഞ്ഞില്ലേ? എടി ഇവള് പറഞ്ഞടി. എന്റെ അടുത്ത്. ചേട്ടാ ആവശ്യം പറയണ. എടി നിനക്ക് ഇഷ്ടപ്പെട്ട മുട്ടായി തന്നെ ഇത്. അത് ഒരെണ്ണം അവൾ അടിച്ചെടുത്തോണ്ട് പോയാ ഈ ഉണ്ട. ശരിയാണ് പോയി. അപ്പൊ നിനക്ക് ഒരെണ്ണം ഞാൻ മൊത്തത്തോടെ അങ്ങ് തരാൻ വേണ്ടി ഒളിപ്പിച്ച് വെച്ചിരുന്നു. അങ്ങനെ. ഓ, എന്റെ കൊക്കിന്റെ ജീവനുണ്ടെങ്കിൽ അത് നടക്കൂല. അല്ലാതെ ഒരുമാതിരി നീ വിചാരിക്കുന്നല്ല കേട്ടാ. ഞാൻ ഒന്നും വിചാരിച്ചില്ലല്ലോ. വിചാരിച്ചില്ലേ? ഇല്ല അപ്പോ. എന്റെ കൊക്കിന്റെ ജീവനുണ്ടെങ്കിൽ നടക്കൂലെന്ന്. എന്തോ നടക്കൂല? മുട്ടായി അവർക്ക് കൊടുക്കണം. നിന്റെ കൊക്കിനെ കൊന്ന് കറി വെച്ച് ഞാൻ തിന്നാലും ശരിയെന്നെ ഞാൻ നടത്തും കേട്ടാടി. നീ ആടി എന്റെ അടുത്ത് പറയാതെ സംസാരിക്കേ? പിന്നെ അല്ലാതെ അങ്ങനെ പറഞ്ഞോട് ചേട്ടാ. കുന്ത് എന്തോന്ന്? വാ. ഓ നിന്നി നീ അങ്ങനെ ക്നാറ്റണ്ട. ചേട്ടാ താ ചേട്ടാ. പടി കിടന്നു. എനിക്ക് താ ചേട്ടാ.